Hi students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാബോളയുടെ ടാൻജന്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷന് ലാറ്റസ് റെക്റ്റം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടു. അടുത്തതായിട്ട് അതിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് പിന്നെ കോഡ് കാണാനുള്ള ഇക്വേഷൻ അങ്ങനെ രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കോഡ് ആ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ്റെ ടേംസ് ടാൻജന്റ് നോർമൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ y square is equal to 4ax എന്ന് പറഞ്ഞ പരാബോള അതിനകത്തെ x ഈക്വൽ ടു a t സ്ക്വയറും y ഈക്വൽ ടു 2at യുമാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പരാബോള y square is equal to 4x. അപ്പോൾ വാട്ട് ഈസ് ദ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പരാബോള y square is equal to 4x എന്ന് വെച്ചാൽ x ഈസ് ഈക്വൽ ടു a t സ്ക്വയറും y ഈസ് ഈക്വൽ ടു 2at. അപ്പോൾ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നോക്കിയേ എക്സ് വൈ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ a t സ്ക്വയർ 2at എന്ന രീതിയിൽ എഴുതും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വൈ സ്ക്വയർ എന്ന് വെച്ചാൽ 2at ഹോൾ സ്ക്വയർ അത് എന്നാ കിട്ടുമെന്നറിയോ 4a ഇൻറ്റു a t സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇത് പറയാം. ഇതൊന്ന് പഠിച്ചു വെച്ചോണം. പരാബോള എലിപ്സ് ഹൈപ്പർബോളയുടെയൊക്കെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ പാരാമെട്രിക് കോർഡിനേറ്റ്സ് അല്ലെ പരാബോളയുടെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് കോഡ് ജോയിനിങ് ദ പോയിൻറ്റ്സ് T1 ആൻഡ് T2 ഓൺ ദ പരാബോള y square is equal to 4x. അപ്പം T1 എന്ന് പറഞ്ഞ പോയിന്റും കൊണ്ട് ഉദ്ദേശിച്ചത് a T1 സ്ക്വയർ 2a T1 എന്ന് പറഞ്ഞ പോയിന്റ്, T2 എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് a T2 സ്ക്വയർ 2a T2 ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കോഡിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് a T1 സ്ക്വയർ 2a T1 ആൻഡ് a T2 സ്ക്വയർ 2a2 ടു ദ പരാബോള y സ്ക്വയർ is equal to 4x. അപ്പം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ഫിഗർ നോക്കാം. അപ്പോൾ ഈ ഒരു പരാബോള ഉണ്ട്. അവിടുത്തെ ഒരു പോയിൻ്റാണ് T1, അതായത് a T1 സ്ക്വയർ 2a T1ഉം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് T2, അതായത് a T2 സ്ക്വയർ 2a T2. അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കോഡ് അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദ കോഡ് ജോയിനിങ് ദ പോയിൻറ്റ്സ് x1 y1 x2 y2 ആ രീതിയിൽ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ. x മൈനസ് x1 ബൈ x1 മൈനസ് x2 ഈക്വൽ y മൈനസ് y1 ബൈ y1 മൈനസ് y2 ആ രീതിയിൽ എഴുതുന്നു. വാല്യൂസ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ a കോമൺ എടുത്തു, ഇവിടെ 2a കോമൺ എടുത്തു. ഇനി T1 സ്ക്വയർ മൈനസ് T2 സ്ക്വയർ എന്തുവാ T1 മൈനസ് T2 ഇൻറ്റു T1 പ്ലസ് T2 രണ്ട് സൈഡിലെയും T1 മൈനസ് T2 വെട്ടിക്കളയുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടി? ഇക്വേഷൻ ഓഫ് ദ കോഡ് ജോയിനിങ് ദീസ് ടു പോയിൻറ്റ്സ് ഈസ് y ഇൻറ്റു T1 പ്ലസ് T2 ഈക്വൽ 2x പ്ലസ് 2a T1 T2 മനസ്സിലാക്കി വെച്ചോണം. നെക്സ്റ്റ് ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് T1 ഓൺ ദ പരാബോള y സ്ക്വയർ is equal to 4ax. അതായത് T1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. നമ്മൾ ടാൻജൻറ്റിൻ്റെ പറഞ്ഞതായിരുന്നു നേരത്തെ ഒന്ന് ടാൻജൻറ്റിൻ്റെ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞ് കോഡിൻ്റെ കണ്ടുപിടിച്ചിട്ട് കോഡിൻ്റെ രണ്ട് പോയിന്റ് അടുത്തടുത്ത് വരുമ്പോഴാണ് ടാൻജൻ്റ് ആവുന്നത്. അതേ ഐഡിയ തന്നെ ഇവിടെ നോക്കുക. രണ്ട് പോയിന്റ് എടുത്തു a T1 സ്ക്വയർ 2a T1ഉം a T സ്ക്വയർ 2a T2 അങ്ങനെ രണ്ട് പോയിന്റ് എടുത്തു. എന്നിട്ട് അത് രണ്ടും കൂടെ അടുത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പരാബോളയുടെ ടാൻജൻറ്റ് അറ്റ് T1. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് ലെറ്റ് a T2 സ്ക്വയർ 2a T2 ബി എ പോയിന്റ് ഓൺ ദ പരാബോള y സ്ക്വയർ is equal to 4x നിയർ ടു ദ പോയിന്റ് a T1 സ്ക്വയർ 2a T1. ദെൻ ദി ഇക്വേഷൻ ഓഫ് ദ കോഡ് ജോയിനിങ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ അടുത്ത് വരുമ്പോൾ ടാൻജൻ്റ് ആകുമ്പോൾ എന്ത് പ്രത്യേകത? T2 എന്ന് പറയുന്നത് T1 ആകും. അപ്പോൾ T2 ഉള്ളിടത്തെല്ലാം T1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് y ഇൻറ്റു T1 പ്ലസ് T1 ഈക്വൽ ടു 2x പ്ലസ് 2a T1 ഇൻറ്റു T1. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്താ 2 ഒക്കെ വെട്ടിക്കളയുമ്പോൾ y T1 ഈക്വൽ ടു എക്സ് പ്ലസ് a T1 സ്ക്വയർ ആണ്. എന്താണ്? ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടാൻജൻസ് അറ്റ് ദ പോയിന്റ് T1 ആൻഡ് T2 ഓൺ ദ പരാബോള. അതായത് T1ലും T2ലും ഉള്ള
T1-ലുള്ള ഒരു ടാൻജൻറ്റ്, T2-ലുള്ള വേറൊരു ടാൻജൻറ്റ്. അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? Find the point of intersection of tangents at T1 and T2 on the parabola y square is equal to 4x. അപ്പോൾ രണ്ടിടത്തെ T1-ലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, T2-ലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഇത് സോൾവ് ചെയ്താൽ മതി. അത് സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നു. ആദ്യത്തെ ഇക്വേഷനെ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. മുമ്പേ പറഞ്ഞിട്ടുണ്ട് T1 സ്ക്വയർ മൈനസ് T2 സ്ക്വയറിന് എന്തുവാ? T1 മൈനസ് T2 ഇൻറ്റു T1 പ്ലസ് T2. അപ്പോൾ രണ്ട് സൈഡ് T1 മൈനസ് T2 വെട്ടിക്കളയുന്നു. y1 ഈക്വൽ ടു a ഇൻറ്റു T1 പ്ലസ് T2. അത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്തെ y1 ആ ഇക്വേഷനില്ലേ, ആ ഇക്വേഷനകത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്താണ് എക്സ് എന്ന് പറയുന്നത് T1 T2, y1 എന്ന് വെച്ചാൽ എന്ത് a ഇൻറ്റു T1 പ്ലസ് T2. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നോക്കാം. അപ്പോൾ കണ്ടോ, അത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് T1 T2, y എന്ന് പറയുന്നത് a ഇൻറ്റു T1 പ്ലസ് T2 ആണ്. അപ്പോൾ അതുകൊണ്ട് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു ടാൻജൻസ് അറ്റ് T1 ആൻഡ് T2 എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം, മനസ്സിലാക്കി വെച്ചോണം. T1 T2, a ഇൻറ്റു T1 പ്ലസ് T2. ഓക്കെ, അടുത്ത പരാബോളയുടെ പ്രോപ്പർട്ടീസ് ആണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ പരാബോള. ഒന്നാമത്തെ പ്രോപ്പർട്ടി, സബ് ടാൻജൻറ്റ് ഓഫ് എനി ടാൻജൻറ്റ് ടു y സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 4ax ബൈസെക്ട് അറ്റ് ദ ഒറിജിൻ സബ് ടാൻജൻറ്റ് ഓഫ് എനി ടാൻജൻറ്റ്. അപ്പോൾ ഒരു ഫിഗർ വരച്ചു, ഒരു പരാബോള വരച്ചു. ഇനി ഒരു പോയിൻ്റ് എടുത്തു, ആ പോയിൻറ്റിലുള്ള ടാൻജൻറ്റ് ഇങ്ങനെ വരച്ചു. അത് എക്സ് ആക്സിസ് മീറ്റ് ചെയ്ത പോയിൻ്റാണ് T. ഇനി ആ പോയിൻ്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, അത് N എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ANA ഈക്വൽ AT എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സബ് ടാൻജൻറ്റിൻ്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ അത് നോക്കാം. P എന്ന് പറയുന്നത് AT സ്ക്വയർ 2AT എന്ന് പറഞ്ഞ ഒരു പോയിൻ്റാണ്. ഈ ഫിഗറിനകത്തെ NTA ആണ്, NT, അതായത് N ഇത് T ആണ്. ഈ ലൈനെയാണ് സബ് ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. അത് ബൈസെക്ട് ചെയ്യും എവിടെ? അറ്റ് ദ ഒറിജിന്. അതായത് AT ഈക്വൽ AN എന്ന് കാണിച്ചാൽ. പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്? ടാൻജൻറ്റിൻ്റെ YT ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് AT സ്ക്വയർ. ഇനി T എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് ആക്സിസിലാണ്. അതുപോലെ തന്നെ ആ പോയിൻ്റ് എന്തുവാ ഈ ടാൻജൻറ്റിലും ഉണ്ട്. അതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിനകത്ത് yക്ക് 0 കൊടുക്കുമ്പോൾ തന്നെ കിട്ടും എക്സ് പ്ലസ് AT സ്ക്വയർ 0. അതായത് എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് AT സ്ക്വയർ. അതായത് ടിയുടെ കോർഡിനേറ്റ് എന്തുവാ മൈനസ് AT സ്ക്വയർ 0. അപ്പം നമ്മുടെ ATയുടെ ലെങ്ത് എന്തുവാ? ATയുടെ ലെങ്ത് ഇത് 0 ആണ്, ഇത് മൈനസ് AT സ്ക്വയർ 0 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ദൂരം എന്തുവാ? AT സ്ക്വയർ ആണ്. അപ്പോൾ ATയുടെ ദൂരം AT സ്ക്വയർ ആണ്. ഇനി ANൻ്റെ ദൂരം AT സ്ക്വയർ എന്ന് കാണിച്ചാൽ മതി. അപ്പം Pയുടെ പോയിൻ്റ് എന്തുവാ? AT സ്ക്വയർ 2AT ആയതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റും എന്തുവാ? AT സ്ക്വയർ ആണ്. പിന്നെ എക്സ് ആക്സിസ് ആയതുകൊണ്ട് 0. അപ്പോൾ എന്നിൻ്റെ കോർഡിനേറ്റ് AT സ്ക്വയർ 0. അപ്പോൾ ലെങ്ത് ഓഫ് AN എന്തുവാ? AT സ്ക്വയർ. അപ്പം AN ഈക്വൽ ടു AT എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ അത് ബൈസെക്ട് ആണെന്ന് പറയാം. അടുത്തതെന്ന് വെച്ചാൽ SP ഈക്വൽ ST എന്ന് കാണിക്കാം. SP ഈക്വൽ ST. ഇവിടെ H, Y അങ്ങനെ കുറേ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ വേണ്ടതാണ്. അപ്പോൾ SP ഈക്വൽ ST. ST എന്ന് പറയുന്നത് എന്താണെന്നറിയോ? SA പ്ലസ് AT അല്ലേ? ഇനി SA എന്തുവാ? ഫോക്കൽ ലെങ്ത് A ആണ്. ATയുടെ ദൂരം എന്തുവായിരുന്നു? AT സ്ക്വയർ. അപ്പോൾ A പ്ലസ് AT സ്ക്വയർ. A കോമൺ എടുക്കുമ്പോൾ A ഇൻറ്റു 1 പ്ലസ് T സ്ക്വയർ. ഇനി SP. എസിൻ്റെ അറിയാം A0, P എന്തോ AT സ്ക്വയർ 2AT. അപ്പോൾ ആ ദൂരം സ്ക്വയർ റൂട്ട് ഓഫ് വെച്ച് ചെയ്യത്തില്ലേ? അത് വെച്ച് ചെയ്യുമ്പോൾ എന്നാ കിട്ടുമെന്നറിയോ? A ഇൻറ്റു 1 പ്ലസ് T സ്ക്വയർ. അപ്പോൾ ST ഈക്വൽ SP എന്ന് കിട്ടി. അടുത്ത് നോക്കിക്കേ,
if the tangent at P meets the tangent at the origin in y, then sy is perpendicular to TP and sy square equal to as into sp. അതായത് പിയിലുള്ള ടാൻജൻറ്റ് മീറ്റ്സ് ദ ടാൻജൻറ്റ് അറ്റ് ദ വെർട്ടക്സിലുള്ള ടാൻജൻറ്റ് ഇതാണ്, വൈ ആക്സിസ് ആണ്, അതിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വൈ. എസ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ടി പിയുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ എസ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ എ എസ് ഇൻറ്റു എസ് പി ആണെന്ന് കാണിക്കണം. അപ്പം നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് അറ്റ് ദ പോയിൻ്റ് എ ടി സ്ക്വയർ ടു എ ടി എന്ന് പറയുന്നത് വൈ ടി ഈക്വൽ ടു എക്സ് പ്ലസ് എ ടി സ്ക്വയർ ആണ്. ഇനിയും വെർട്ടക്സിൻ്റെ പോയിൻ്റ് അറിയാം 0 0. അപ്പോൾ അവിടെ എക്സ് 0 ആണ്. അപ്പോൾ നമ്മുടെ ഈ ടാൻജൻറ്റ് വെർട്ടക്സിൽ കൂടാണ് പാസ് ചെയ്യുന്നത്. അറ്റ് ദ പോയിൻ്റ് വെയർ ദ ലൈൻ വൈ ടി ഈക്വൽ എക്സ് പ്ലസ് എ ടി സ്ക്വയർ മീറ്റ്സ് ദ ടാൻജൻറ്റ് അറ്റ് വെർട്ടക്സിൽ ടച്ച് ചെയ്യുന്ന ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ. അപ്പോൾ എന്താ പറയുക, എക്സ് 0 ആയി. അപ്പോൾ വൈ ടി ഈക്വൽ എ ടി സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു എ ടി എന്ന് കിട്ടി. അപ്പം വൈയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 AT ആണ്. അപ്പോൾ എസ് വൈയുടെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. അതിൽ നിന്ന് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ടി പ്ലസ് എ ടി എന്ന് എഴുതുന്നു. ഇനി M1ൻ്റെ സ്ലോപ്പ്, ഇതിൻ്റെ സ്ലോപ്പ് എന്തോ മൈനസ് ടി ആണ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് പി എന്തുവായിരുന്നു, ഇതായിരുന്നു. അതിൻ്റെ സ്ലോപ്പ് M2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആകണം. ഇതിൻ്റെ സ്ലോപ്പ് എന്തുമായിരിക്കും, വൈ ഈക്വൽ ടു എന്നല്ലേ കിട്ടണ്ടേ. അപ്പം ഈ ടീയും കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/t. അപ്പോൾ M1 ഇൻറ്റു M2 എന്തോ മൈനസ് ടി ഇൻറ്റു 1/t, -1 എന്ന് കിട്ടി. അപ്പം സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആണെങ്കിൽ പെർപെൻഡിക്കുലർ, അങ്ങനെ നമുക്ക് പറയാം പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ഇനി എന്തുവാ, എസ് വൈ സ്ക്വയർ ഈക്വൽ ടു എസ് പി ഇൻറ്റു എ എസ് എന്നാണ് കാണിക്കേണ്ടത്. എസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. കാരണം ഈ പോയിന്റ് വെച്ച് എസും വൈയും വെച്ച് കണ്ടുപിടിക്കുക. എസും പിയും ഉണ്ട്, എയും എസും ഉണ്ട്. അത് വെച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അടുത്ത the portion of the tangent intercepted between the point of contact and the directrix subtends a right angle at the focus. The portion of the tangent intercepted between the point of contact and the directrix subtends a right angle at the focus. അതായത് ആംഗിൾ പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണെന്ന് കാണിക്കുക. അതായത് നമ്മുടെ ഫിഗറിനകത്തെ പി എസ് എച്ച് എന്ന് പറഞ്ഞ ആ ആംഗിളില്ലേ 90 ഡിഗ്രിയാണെന്ന് കാണിച്ചാൽ മതി. ഫിഗർ നോക്കിക്കേ, പി എസ് എച്ച് പിന്നെ ടി എ ഇസഡ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് ആംഗിൾ പി എസ് എച്ച് 90 ഡിഗ്രിയാണെന്ന് കാണിക്കണം. നമുക്ക് പിയിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം, വൈ ടി ഈക്വൽ എക്സ് പ്ലസ് എ ടി സ്ക്വയർ ആണ്. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ അറിയാം, എക്സ് പ്ലസ് എ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് എ അല്ലേ, അതായത് എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -a ആണ്. ഇനി ആ വാല്യൂ നമ്മുടെ വൈ ടി ഈക്വൽ എക്സ് പ്ലസ് എ ടി സ്ക്വയറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -a ഇട്ട് കൊടുക്കുക. അപ്പം വൈ ടി ഈക്വൽ -a പ്ലസ് എ ടി സ്ക്വയർ. അപ്പം വൈ എന്ന് പറയുന്നത് എ ഇൻറ്റു ടി സ്ക്വയർ -1/t ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഇതാണ്, വൈ കോർഡിനേറ്റ് ഇതാണ്. അപ്പോൾ എച്ചിൻ്റെ കിട്ടി. ഇനി എസ് അറിയാം A0 ആണ്, പി അറിയാം ഇതാണ്. ഇനി എച്ച് എസിൻ്റെ സ്ലോപ്പ് 90 ഡിഗ്രി ആണെന്നല്ലേ കാണിക്കണ്ടേ. അപ്പോൾ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എച്ച് എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ സ്ലോപ്പ് ഇതാണ്, എസ് പിയുടെ സ്ലോപ്പ് ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ്, സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആണ്. അതുകൊണ്ട് ആംഗിൾ 90 ആണ്. അടുത്തത് പെർപെൻഡിക്കുലർ ടാൻജൻസ് ഇൻ്റർസെക്ട്സ് ഓൺ ദ ഡയറക്ട്രിക്സ്. അതായത് ഒരു ടാൻജൻറ്റ് അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ടാൻജൻറ്റ് വരച്ചാൽ ഈ രണ്ട് ടാൻജൻറ്റ് മീറ്റ് ചെയ്യുന്നത് ഡയറക്ട്രിക്സിലായിരിക്കും. അപ്പോൾ ഇവിടെ ഐഡിയ നോക്കിക്കേ, നമ്മുടെ ഒരു ലൈന് എ എക്സ് വൈ ബി x1 y1 രണ്ട് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, m ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു y - y1/x - x1 ആണ്.
അതായത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇല്ലേ, 2 പോയിന്റ്, ആ രീതിയിലാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പം പെർപെൻഡിക്കുലർ ടാൻജൻസ് ആണ്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഡയറക്ട്രിക്സിലാണ്. അപ്പോൾ നമ്മൾ T1-ലുള്ള ടാൻജൻറ്റ് T2-ലുള്ള ടാൻജൻറ്റ് ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി. ഇനി ആദ്യത്തെ ഇതിൻ്റെ ടാൻജൻറ്റ് 1/T1-ഉം രണ്ടാമത്തേൻ്റെ 1/T2-മാണ്. ഇനി ഈ ടാൻജൻസ് രണ്ട് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നു, അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് -1, അതായത് T1 × T2 -1 ആണ്. ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ടു. അതെന്തായിരുന്നു? A T1 T2, A × T1 + T2 ആണ്. അപ്പോൾ T1 × T2 -1 ആണ്, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് -1 ഇട്ടു. അപ്പോൾ -A × T1 + T2 ഇതാണ് പോയിന്റ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ x കോർഡിനേറ്റ് -a അല്ലേ, അതായത് x = -a എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ ഒരു പോയിന്റ് ആണ് ഇത്. x = -a എന്ന് വെച്ചാൽ എന്തുവാ, x + a = 0, ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണെന്ന് കിട്ടി. ഓക്കെ. അടുത്ത tangents at the end or extremities of a focal chord intersect at right angles of the directrix. എന്ന് വെച്ചാൽ ഫോക്കസ്, ഇതല്ലേ ഫോക്കസിൽ കൂടെയുള്ള കോഡ് മീറ്റ് ചെയ്യത്തുള്ളൂ രണ്ട് പോയിന്റിൽ, ആ പോയിന്റിലുള്ള ടാൻജൻസ് എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും, എന്ന് വെച്ചാൽ ഡയറക്ട്രിക്സിലായിരിക്കും. അതാണ് കാണിക്കേണ്ടത്. അപ്പം രണ്ട് പോയിന്റ് എടുത്തു, ഇത് T1 ഇത് T2. അപ്പോൾ PQ A T1 സ്ക്വയർ 2A T1-ഉം A T2 സ്ക്വയർ 2A T2 രണ്ട് എക്സ്ട്രിമിസിറ്റീസ് ആണ്. ആ കോഡിൻ്റെ ഇക്വേഷൻ എഴുതി, എന്തോ y × T1 + T2 = 2xa + 2A T1 T2. ഇനി S എന്ന് വെച്ചാൽ A0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ ആ കോഡിലെ ഒരു പോയിന്റ്, അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് എ എന്നും വൈയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് T1 × T2 -1 ആണെന്ന് കിട്ടി. ഇനി പിയിലുള്ള ക്യൂവിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഇത് രണ്ടും എഴുതി. അതിൻ്റെ സ്ലോപ്പ് 1/T1-ഉം 1/T2 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ 1/T1 × T2, T1 × T2 -1 ആണ്, അങ്ങനെ -1 എന്ന് കിട്ടി. സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. അത്ര എഴുതി വെച്ചാൽ മതി. പിന്നെ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് 90 ഡിഗ്രി ആണെങ്കിൽ ഡയറക്ട്രിക്സിലായിരിക്കും, അത് ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ഇനി അടുത്ത് ഓർത്തോസെൻറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 ടാൻജൻസ് ടു എ പരാബോള ഈസ് ഓൺ ദ ഡയറക്ട്രിക്സ്. അതായത് ഓർത്തോസെൻറ്റർ എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഓർത്തോസെൻറ്റർ എന്ന് വെച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ് ഇല്ലേ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഓർത്തോസെൻറ്റർ. അതായത് ഈ സൈഡിന് 90 ഡിഗ്രി, ഈ സൈഡിന് 90 ഡിഗ്രി, ഈ സൈഡിന് 90, ആ വരയ്ക്കുന്ന ലൈനിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് ഓർത്തോസെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തോസെൻറ്റർ ഡയറക്ട്രിക്സിലാണെന്ന് പ്രൂവ് ചെയ്യും. അപ്പം ഒരു ടാൻജൻറ്റ്, രണ്ടാമത്തെ ടാൻജൻറ്റ്, മൂന്നാമത്തെ ടാൻജൻറ്റ്, അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി, അതിൻ്റെ ഓർത്തോസെൻറ്റർ വരച്ചു, അത് ഡയറക്ട്രിക്സിലാണെന്ന് പ്രൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -a ആണെന്ന് കാണിക്കുക. അപ്പോൾ T1, T2, T3-യിലുള്ള ടാൻജൻസിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. D ആണ് അവിടുത്തെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതായത് ഈ രണ്ട് ടാൻജൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന D, ഈ രണ്ടെണ്ണം F, ഈ രണ്ടെണ്ണം E, ആ രീതിയിൽ എഴുതി. ഇനി D എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇല്ലേ, രണ്ട്, ആ ഇക്വേഷൻ വെച്ച് ഡിയുടെ പോയിന്റ്, ഇയുടെ പോയിന്റ്, എഫിൻ്റെ പോയിന്റ് എഴുതി. അത് വെച്ച് ഈ എഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഈ എഫ്, അതായത് DH-ൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -T3 ആണ്. ഇനി DH-ൻ്റെ ഇക്വേഷൻ, DH-ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y - A × T1 + T2 = -3t × xa - A T1 T2. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അതേപോലെ തന്നെ DF-ൻ്റെ സ്ലോപ്പ്
1/t2² ആണ്. അങ്ങനെ ജിയുടെ സ്ലോപ്പ് -t2 ആണ്. ഇക്വേഷൻ ഓഫ് G2 കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി ഓർത്തോ സെൻറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് DH ആൻഡ് GE ആണ്. DHൻ്റെ ജിയുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ്. അതായത് ആ രണ്ട് ഇക്വേഷനൂടെ സോൾവ് ചെയ്യുമ്പോൾ x = -a എന്ന് കിട്ടി. അപ്പോൾ x = -a എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ ഡയറക്ട്രിക്സ് ആണ്. അത്രയും ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇവിടെ ബാലൻസ് ഒന്ന് ചെയ്തേക്കുന്നതേ ഉള്ളൂ. x = -a നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ y കോർഡിനേറ്റൂടെ ഒന്ന് കിട്ടുന്നതേ ഉള്ളൂ. ഇങ്ങനെ കിട്ടും. എന്തുമായാലും ഇത് പോയിൻ്റ് ഓൺ ഡയറക്ട്രിക്സ് ആയിരിക്കും. ഇനി എക്സാമ്പിൾസ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. If the tangents to y² = 4ax at t1 and t2 meet at hk, prove that h/t1 t2 = k/t1 + t2 = a. അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ ആൻസർ എന്ന് വെച്ചാൽ t1ലും t2ലും ഉള്ള ടാൻജൻസ് കണ്ടുപിടിക്കുന്നു, എഴുതുന്നു. അപ്പം ആ ടാൻജൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എച്ചും കെ ആണെങ്കിൽ ആ രണ്ട് ഇക്വേഷനിലും എക്സിൻ്റെ സ്ഥാനത്ത് എച്ച് എന്നും വൈയുടെ സ്ഥാനത്ത് കെ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ രണ്ട് ഇക്വേഷനോടെ മൈനസ് ചെയ്യുമ്പം k × t1 - t2 = a × t1² - t2². അത് നമ്മുടെ t1 - t2 × t1 + t2 വെട്ടിപ്പോയി നമുക്ക് ഇങ്ങനെ കിട്ടും. k = a × t1 + t2. അത് നമ്മുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടും a t1 t2. അപ്പം നമുക്ക് പറയാം h/t1 t2 = അതായത് h എന്ന് പറയുന്നത് a t1 t2. അപ്പോൾ h/t1 t2 എന്തു a. ഇനി k/t1 + t2 എന്തു a. അപ്പം ഇങ്ങനെ പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിയും ക്യൂവും രണ്ട് പോയിൻറ്റ്സ് ഓൺ ദ പരാബോളയാണ്. എസ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. പി എസും ക്യു എസും meet the curve again at T and R. If PQ passes through fixed point alpha beta, show that TR passes through the fixed point this. അതിങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് കോഡ്സ് ഓഫ് എ പരാബോള വിച്ച് സബ്റ്റൻഡ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ വെർട്ടെക്സ് ഈസ് അനദർ പരാബോള ഓഫ് ഹാഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ ഒറിജിനൽ പരാബോള. Also show that all such chords pass through a fixed point on the axis. അതിൻ്റെ ആൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട്. തന്നെത്താൻ നോക്കുക. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ എക്സസൈസ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയാണ് ടാൻജൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോർമലിനെ കുറിച്ച് കാണാം. താങ്ക് യു.